പ്രവാസി ചാനൽ eMalayali.comന്റെ ഏറ്റവും പുതിയ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡിലേക്ക് പ്രവാസി ചാനൽ eMalayaliയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗായത്രി പ്രദീപ്. നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. അഹമ്മദാബാദിൽ കഴിഞ്ഞ മാസം ടേക്ക് ഓഫിന് തൊട്ടുപിന്നാലെ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ഡ്രീം ലൈനർ ബോയിംഗ് വിമാനം പറന്നുയർന്നോടൻ അതിന്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധനം എത്തിക്കുന്ന 2 സ്വിച്ചുകളും ഓഫായെന്ന് എയർ ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലം പ്രവാസി അസോസിയേഷൻ സ്നേഹസ്പർശം 18ാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ചെയർമാൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. 50ൽ പരം പ്രവാസികൾ ക്യാമ്പിൽ രക്തദാനം ചെയ്തു. സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുടെ ദീർഘകാല ആവശ്യം മുൻനിർത്തി ദമാമിൽ ഇന്ത്യൻ കോൺസുലേറ്റും കേരളത്തിൽ സൗദി കോൺസുലേറ്റും തുടങ്ങാൻ ശ്രമം തുടങ്ങണമെന്ന് നവയുഗം അൽ ഹസ മേഖലാ സമ്മേളനം ഒരു പ്രമേയത്തിലൂടെ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ സംഗീത പരിപാടി KPA സിംഫണിക്ക് വിപുലമായ തുടക്കം. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ നിർവഹിച്ചു. സൃഷ്ടി ജനറൽ കൺവീനർ ജഗത് കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. ഫാദർ ജോർജ് പനക്കലിന്റെ നേതൃത്വത്തിൽ വിൻസെന്റ് ടീം ഒരുക്കുന്ന ഏകദിന കൺവെൻഷൻ റാംസ് ഗേറ്റിൽ 13-ന് നടക്കും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് മലയാളത്തിലുള്ള ഏകദിന കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. സംഗീത നൃത്ത കലകളുടെ വിസ്മയ സ്പർശം തീർത്ത് മഴവിൽ സംഗീതം അവിസ്മരണീയമായി. ബോൺമോത്തിലെ ബാരിംഗ്ടൺ തിയേറ്ററിൽ തിങ്ങി നിറഞ്ഞ കലാസ്വാദകർക്ക് സംഗീത നൃത്ത ദൃശ്യാവിഷ്കാരത്തിന്റെ അപൂർവ നിമിഷങ്ങളും അനുഭവവുമാണ് മഴവിൽ സംഗീതം സമ്മാനിച്ചത്. നോക്കാം വാർത്തകൾ വിശദമായി. കൊല്ലം പ്രവാസി അസോസിയേഷൻ റിഫ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിച്ച KPA സ്നേഹസ്പർശം 18ാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. 50ൽ പരം പ്രവാസികൾ രക്തദാനം നടത്തിയ ക്യാമ്പ് ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ചെയർമാൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. റിഫ ഏരിയ പ്രസിഡന്റ് സുരേഷ് ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ ജോയിന്റ് സെക്രട്ടറി സുബിൻ സുനിൽകുമാർ സ്വാഗതവും ഏരിയ ട്രഷറർ അനന്തു ശങ്കർ നന്ദിയും പറഞ്ഞു. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, സെക്രട്ടറി രജീഷ് പട്ടാഴി, KPA സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം, ബ്ലഡ് ഡൊണേഷൻ കൺവീനർമാരായ VM പ്രമോദ്, നവാസ് ജലാലുദ്ദീൻ, ഏരിയ കോർഡിനേറ്റർ മജു വർഗീസ്, ഏരിയ സെക്രട്ടറി സാജൻ നായർ എന്നിവർ ആശംസകൾ അറിയിച്ചു. KPA സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രവാസി ശ്രീ അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. റിഫ ഏരിയ വൈസ് പ്രസിഡന്റ് ജമാൽ കോയിവിള, പ്രവാസി ശ്രീ യൂണിറ്റ് ഹെഡ് ഷാമില ഇസ്മായിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് eMalayali. കഴിഞ്ഞ മാസം അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫായെന്ന് പ്രാഥമിക റിപ്പോർട്ട്. എഞ്ചിനിലേക്കുള്ള ഇന്ധനം എത്തിക്കുന്ന 2 സ്വിച്ചുകളും ഓഫായെന്ന് എയർ ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ബ്യൂറോ പറയുന്നില്ല. എന്തിനു സ്വിച്ച് ഓഫ് ചെയ്തെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നതും താൻ ഓഫ് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം മറുപടി പറയുന്നതും വോയിസ് റെക്കോർഡറിൽ കേൾക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സാങ്കേതിക തകരാർ സംഭവിച്ചോ എന്ന് വ്യക്തമല്ല. അട്ടിമറി നടന്നതായോ പക്ഷി ഇടിച്ചെന്നോ സൂചനയില്ല. അഹമ്മദാബാദിൽ നിന്ന് ബ്രിട്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പറന്ന വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും ക്രൂവും ഉൾപ്പെടെ 270 പേരാണ് കൊല്ലപ്പെട്ടത്. വിമാനത്താവളത്തിനടുത്ത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ വിമാനം ഇടിച്ചു തകർന്നപ്പോൾ പരിസരത്തുണ്ടായിരുന്ന ഏതാനും പേരും മരിച്ചു. ഒരു യാത്രക്കാരൻ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. ജൂൺ 12-ന് നടന്ന അപകടത്തെക്കുറിച്ചുള്ള 15 പേജ് പ്രാഥമിക റിപ്പോർട്ട് ശനിയാഴ്ചയാണ് ബ്യൂറോ സമർപ്പിച്ചത്. ടേക്ക് ഓഫ് കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ ഇന്ധന സ്വിച്ച് റൺ എന്ന മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കട്ട് ഓഫ് മോഡിൽ എഞ്ചിനിലേക്കുള്ള ഇന്ധനം ഉടൻ നിലയ്ക്കും. 2 എഞ്ചിനുകളും തകരാറിലാവുകയോ പൂർണ്ണമായ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് പരാജയം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ തെളിയുന്ന റാം എയർ ടർബൈൻ താക്കീത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ ഉണ്ടായി. പൈലറ്റുമാർ സ്വിച്ച് ഓഫ് ചെയ്തില്ല എന്ന സൂചന ഉണ്ടായിരിക്കെ ഈ ബോയിംഗ് ഡ്രീം ലൈനർ 7878 അപകടത്തിൽപ്പെട്ട് പരാജയം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. പ്രശ്നം അവർ ചർച്ച ചെയ്തതിൽ നിന്ന് അപകടം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയെന്ന് സൂചന ലഭിക്കുന്നു. 9 സെക്കൻഡുകൾക്ക് ശേഷം 8 മണിക്കൂർ 9 മിനിറ്റ് 5 സെക്കൻഡിന് എയർ ട്രാഫിക് കൺട്രോളിന് പൈലറ്റ് മെയ്ഡേ 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 എന്ന സന്ദേശം അയച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. പൈലറ്റുമാർ തികച്ചും വിശ്വാസം അർപ്പിക്കാവുന്ന പശ്ചാത്തലമുള്ളവരാണെന്ന് ബ്യൂറോ പറയുന്നു. ഇരുവരും തലേന്ന് മുംബൈയിൽ നിന്ന് എത്തിയിരുന്നു. വിമാനത്തിൽ കയറും മുൻപ് മദ്യപിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധനകൾ നടത്തി. കമാൻഡിംഗ് പൈലറ്റ് സുമേത് സബർവാളിന് മൊത്തം 15,638 മണിക്കൂർ വിമാനം പറത്തിയ അനുഭവ സമ്പത്തുണ്ട്. സഹ പൈലറ്റ്
ക്ലേവ് മൊത്തം 3403 മണിക്കൂർ പറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുടെ ദീർഘകാല ആവശ്യം മുൻനിർത്തി ദമാമിൽ ഇന്ത്യൻ കോൺസുലേറ്റും കേരളത്തിൽ സൗദി കോൺസുലേറ്റും തുടങ്ങാൻ ശ്രമം തുടങ്ങണമെന്ന നവയുഗം അൽഹസ മേഖലാ സമ്മേളനം ഒരു പ്രമേയത്തിലൂടെ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. റിയാദിലും ജിദ്ദയിലും ഉള്ളതിനു പുറമെ സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികളുടെ കാര്യങ്ങൾ നോക്കാൻ ഇന്ത്യൻ എംബസിയുടെ ഒരു ഓഫീസ് ദമാമിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സൗദിയിൽ ലക്ഷക്കണക്കിന് പ്രവാസികളുള്ള കേരളം പോലൊരു സംസ്ഥാനത്ത് UAE എംബസി ഉള്ളതുപോലെ സൗദി എംബസിയുടെ ഒരു ഓഫീസും ഉണ്ടാകേണ്ടതാണ്. ഈ രണ്ട് ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് സമ്മേളന പ്രമേയം ആവശ്യപ്പെട്ടു. നവയുഗം അൽഹസ മേഖലാ സമ്മേളനം അൽഹസ ഷുക്കൈഖ് ഓഡിറ്റോറിയത്തിലെ സനമടം നഗറിൽ നവയുഗം ജനറൽ സെക്രട്ടറി MA വാഹിദ് കാരിറ ഉദ്ഘാടനം ചെയ്തു. സുനിൽ വെളിയാട്ടിൽ, വേലുരാജൻ, ബക്കർ എന്നിവരടങ്ങുന്ന പ്രസിഡിയം നിയന്ത്രിച്ച സമ്മേളനത്തിൽ ഷജിൽ കുമാർ രക്തസാക്ഷി പ്രമേയം, ഉഷ ഉണ്ണി അനുസ്മരണ പ്രമേയം, ഷിബു താഹിർ സമ്മേളന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി ഉണ്ണി മാധവം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നവയുഗം കേന്ദ്ര നേതാക്കളായ ഷാജി മതുലകം, ഗോപകുമാർ, ബിജു വർക്കി, പ്രജീഷ് പട്ടായി, ശ്രീകുമാർ വേളല്ലൂർ, ഹുസൈൻ നിലമേൽ, സാബു എന്നിവർ ആശംസ പ്രസംഗം നടത്തി. സുരേഷ് മടവൂർ, റഫീഖ്, ബിനു എന്നിവർ മിനിറ്റ്സ് കമ്മിറ്റിയിലും പ്രവർത്തിച്ചു. വിവിധ യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ സ്വാഗതം മുരളി പാലേരിയും നന്ദി ഉണ്ണിമാധവും പറഞ്ഞു. 27 അംഗങ്ങൾ അടങ്ങിയ പുതിയ അൽഹസ മേഖലാ കമ്മിറ്റിയെയും കേന്ദ്ര സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. കൊല്ലം പ്രവാസി അസോസിയേഷൻ കലാസാഹിത്യ വിഭാഗമായ സൃഷ്ടിയുടെ മ്യൂസിക് വിഭാഗം സംഘടിപ്പിക്കുന്ന പ്രതിമാസ സംഗീത പരിപാടി KPA സിംഫണിക്ക് KPA ഹാളിൽ വെച്ച് തുടക്കമായി. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ നിർവഹിച്ചു. സൃഷ്ടി ജനറൽ കൺവീനർ ജഗത് കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ നിർവഹിച്ചു. സൃഷ്ടി ജനറൽ കൺവീനർ ജഗത് കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മുഖ്യാതിഥികളായി ഓറ ആർട്സ് സെന്റർ ചെയർമാൻ മനോജ് മയ്യന്നൂരും പ്രശസ്ത ഗായികയും സ്റ്റാർ സിംഗർ ഫെയിം താരവുമായ പാർവതി മേനോനും പങ്കെടുത്തു. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രഭുധൻ, ട്രഷറർ മനോജ് ജമാൽ, സെക്രട്ടറി രജീഷ് പട്ടാഴി, സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം എന്നിവർ ആശംസകൾ അറിയിച്ചു. സൃഷ്ടി സാഹിത്യ വിഭാഗം കൺവീനർ വിനു ക്രിസ്റ്റി സ്വാഗതവും സിംഗേഴ്സ് കോർഡിനേറ്റർ ഷാഹിൻ മഞ്ഞപ്ര നന്ദിയും അർപ്പിച്ചു. സൃഷ്ടി ഡാൻസ് കൺവീനർ ബിജു ആർപിള്ള സിംഫണിയിലെ ഗായകരെ പരിചയപ്പെടുത്തി. തുടർന്ന് നടന്ന സംഗീത പരിപാടിയിൽ സൃഷ്ടി അംഗങ്ങളായ റാഫി പരവൂർ, ഉഷാൻ, റെയ്ഹാന, ആനി, ജെയിൻ, അർഫാൻ എന്നിവർ സംഗീത പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗായകരുടെ സമഗ്ര സാന്നിധ്യം പരിപാടിക്ക് സംഗീതമാധുര്യവും കലാവൈവിധ്യവും പകർന്നു. KPA സെൻട്രൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, പ്രവാസി സ്ത്രീ അംഗങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. വിൻസെൻഷ്യൽ ധ്യാന കേന്ദ്രങ്ങളുടെ ഡയറക്ടറും അഭിഷിക്ത തിരുവചന പ്രഘോഷകനുമായ ജോർജ് പനക്കലച്ചൻ VC നയിക്കുന്ന ഏകദിന കൺവെൻഷൻ ജൂലൈ 13 കെന്റിലെ റാംസ്ഗേറ്റ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് മലയാളത്തിലുള്ള ഏകദിന കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ ആയിരങ്ങളെ വിശ്വാസത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ആന്തരിക സൗഖ്യാഭിഷേക വിശദീകരണ ശുശ്രൂഷകളിലൂടെ അനുരഞ്ജനവും കൃപകളും പകർന്നു നൽകുകയും ചെയ്യുന്ന വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രങ്ങളുടെ ഡയറക്ടറും അഭിഷിക്ത നിർവചന പ്രഘോഷകനുമായ ജോർജ് പനക്കലച്ചൻ VC നയിക്കുന്ന ഏകദിന കൺവെൻഷൻ ജൂലൈ 13 കെന്റിലെ റാംസ്ഗേറ്റ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് മലയാളത്തിലുള്ള ഏകദിന കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. വിൻസെൻഷ്യൻ ഡിവൈൻ റിട്രീറ്റ് സെന്ററുകളുടെ ഡയറക്ടർമാരും പ്രശസ്ത തിരുവചന പ്രഘോഷകരുമായ ഫാദർ അഗസ്റ്റിൻ വല്ലൂരാൻ, ഫാദർ ആന്റണി പറങ്കിമാലിൽ, ഫാദർ പള്ളിശ്ശേംകുടിയിൽ പോൾ, റാംസ്ഗേറ്റ് ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ജോസഫ് അഡാട്ട് എന്നിവർ ജോർജ് പനക്കലച്ചനോട് ചേർന്ന് സംയുക്തമായിട്ടാകും ഏകദിന കൺവെൻഷനും രോഗശാന്തി നവീകരണ ശുശ്രൂഷകളും നയിക്കുക. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യോഹന്നാൻ 14 അധ്യായം 18 വാക്യം എന്ന തിരുവചനം ആസ്പദമാക്കിയിട്ടാവും കൺവെൻഷൻ നയിക്കപ്പെടുക. റാംസ്ഗേറ്റിലെ ഡിവൈൻ ധ്യാന ശുശ്രൂഷകളുടെ 10ാം വാർഷിക നിറവിൽ നടക്കുന്ന ഏകദിന കൺവെൻഷനിൽ സൗജന്യ പ്രവേശനവും കൂടാതെ ഉച്ചഭക്ഷണവും ക്രമീകരിക്കുന്നതാണ്. ആത്മീയ ശുശ്രൂഷകളുടെയും പ്രാർത്ഥനകളുടെയും നിറവിൽ സൗഖ്യദാതാവായ യേശുവിലൂടെ കൃപയും രോഗശാന്തിയും പ്രാപിക്കുവാൻ അനുഗ്രഹീതമായ ഏകദിന കൺവെൻഷനിലേക്ക് ഏവരെയും സസ്നേഹം ക്ഷണിക്കുന്നതായി കോർഡിനേറ്റർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. UK മലയാളികളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ച സംഗീത നൃത്ത കലകളുടെ മാന്ത്രിക സ്പർശം കൊണ്ട് കാണികളെ വിസ്മയിപ്പിച്ച മഴവിൽ സംഗീതത്തിന്റെ 12ാം വാർഷികാഘോഷം പ്രൗഢഗംഭീരമായി. ബോൺമോത്തിലെ ബാരിംഗ്ടൺ
തിയേറ്ററിൽ തിങ്ങി നിറഞ്ഞ കലാസ്വാദകർക്ക് സംഗീത നൃത്ത ദൃശ്യാവിഷ്കാരത്തിന്റെ അപൂർവ നിമിഷങ്ങളും അനുഭവവുമാണ് പരിപാടി സമ്മാനിച്ചത്. 8 മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിപാടികളും കണ്ണഞ്ചിപ്പിക്കുന്ന നൃത്തവിസ്മയങ്ങളും പ്രൗഢോജ്വലമായ വേദിയിൽ സമന്വയിച്ചപ്പോൾ ഓരോ പരിപാടികളും നിറകയ്യടിയോടെയാണ് കാണികൾ വരവേറ്റത്. യുകെയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി ബാരിംഗ്ടൺ തിയേറ്റർ ഹാളിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. കഴിഞ്ഞ 11 വർഷവും മികച്ച സംഗീത നൃത്ത കലാപരിപാടികളുടെ ഉത്സവഛായ തീർത്ത മഴവിൽ സംഗീത നിശയിൽ ഇത്തവണ ആകർഷകമായ ബോളിവുഡ്, ഇന്ത്യൻ സെമി ക്ലാസിക്കൽ ഡാൻസും ഉൾപ്പെടുത്തിയിരുന്നു. ലൈവ് ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെ പ്രശസ്തരായ ഗായകരും വാദ്യകലാകാരന്മാരും നർത്തകരുമായ കലാപ്രതിഭകൾ വേദിയിൽ ചേർന്ന ഏറ്റവും വർണ്ണാഭമായ കലാവിരുന്നാണ് ഒരുക്കിയത്. മഴവിൽ സംഗീതത്തിന്റെ 12ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി എത്തിയവർക്ക് അനീഷ് ജോർജ് സ്വാഗതം ആശംസിച്ചു. ലോക കേരള സഭാംഗവും മലയാളം മിഷൻ UK ചാപ്റ്റർ പ്രസിഡന്റുമായ CA ജോസഫ് ഭദ്രദീപം തെളിയിച്ച് മഴവിൽ സംഗീതം 12ാം വാർഷികാഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ പോർട്സ്മൌത്ത് ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത ഗോപകുമാരൻ നായർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൽ ചാലിച്ച ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് മഴവിൽ സംഗീതത്തിന്റെ യവനിക ഉയർന്നത്. യുഗ്മ നാഷണൽ ജോയിന്റ് സെക്രട്ടറി സണ്ണിമോൻ മത്തായി, രാജകൃഷ്ണൻ, ബിജേഷ് കുടലിൽ ഫിലിപ്പ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിശിഷ്ടാതിഥികൾക്ക് മഴവിൽ സംഗീതത്തിന്റെ മുഖ്യ സംഘാടകനായ അനീഷ് ജോർജ് ഉപഹാരങ്ങൾ നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. കഴിഞ്ഞ 12 വർഷമായി മഴവിൽ സംഗീതത്തിന്റെ വളർച്ചയ്ക്ക് സ്തുത്യാർഹമായ പങ്കുവഹിച്ച സിൽവി ജോസ്, ജിജി ജോൺസൺ, നിമിഷ മോഹൻ എന്നിവർക്ക് മഴവിൽ സംഗീതത്തിന്റെ പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു. സന്തോഷ് കുമാർ നയിക്കുന്ന യുകെയിലെ പ്രശസ്തമായ വോക്സ് ഏഞ്ചല മ്യൂസിക് ബാൻഡിന്റെ നേതൃത്വത്തിലുള്ള ലൈവ് ഓർക്കസ്ട്രയുടെ അകമ്പടിയോടും LED സ്ക്രീനിന്റെ മികവിൽ അനുഗ്രഹീതരായ ഗായകരുടെ ആലാപനം സംഗീതാസ്വാദകർക്ക് നവ്യാനുഭവം പകർന്നു. മഴവിൽ സംഗീതത്തിന്റെ അമരക്കാരും യുകെയിൽ അറിയപ്പെടുന്ന ഗായകരുമായ അനീഷ് ജോർജിനോടും ടെസ ജോർജിനോടുമൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ഷിനു സിരേൻ, സിജു ജോസഫ്, സുനിൽ രവീന്ദ്രൻ, റോബിൻസ് തോമസ്, സാവൻ കുമാർ, ആൻസൺ ഡേവിസ്, റോബിൻ പീറ്റർ, പത്മരാജ്, ജിജി ജോൺസൺ, സിൽവി ജോസ്, നിമിഷ മോഹൻ തുടങ്ങിയ സംഘാടകർ മാസങ്ങളായി നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു മഴവിൽ സംഗീതത്തിന്റെ അത്യുജ്വല വിജയം. സ്റ്റേജ് നിയന്ത്രണത്തിന് പുതിയ മാനങ്ങൾ നൽകി അവതാരകരായി എത്തിയ അനുശ്രീ, പത്മരാജ്, ബ്രൈറ്റ്, സിൽവി ജോസ്, ആൻസൺ ഡേവിസ് എന്നിവർ വേദി കീഴടക്കി. യുകെയിലെ നിരവധി അതുല്യരായ നൃത്ത സംഗീത പ്രതിഭകൾക്ക് വളരുവാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ള മഴവിൽ സംഗീതത്തിന് തുടക്കം കുറിച്ചത് 2012-ലാണ്. അനുഗ്രഹീത കലാപ്രതിഭകളും ഗായകരുമായ അനീഷ് ജോർജും പത്നി ടെസ ജോർജുമാണ് മഴവിൽ സംഗീതത്തിന്റെ ആശയത്തിനും ആവിഷ്കാരത്തിനും പിന്നിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇക്കഴിഞ്ഞ 11 വർഷങ്ങളിൽ നടത്തിയ മികവാർന്ന പരിപാടികൾ കൊണ്ട് മലയാളി സമൂഹത്തിന്റെ സംഗീത വഴികളിലെ ജീവതാളമായി മഴവിൽ സംഗീതം മാറിക്കഴിഞ്ഞു. ബിനു നോർത്താംപ്ടൺ ശബ്ദവും വെളിച്ചവും നൽകി. സന്തോഷ് ബെഞ്ചമിൻ, ജിസ്മോൾ പോൾ വീഡിയോയും, ജെയിൻ ജോസഫ് ഡെസിഗ്നേറ്റ്, റോബിൻസ് ആർട്ടിസ്ട്രി ഗ്രാഫിക്സും മികവാർന്ന രീതിയിൽ കൈകാര്യം ചെയ്ത പരിപാടിയെ സമ്പന്നമാക്കി. മഴവിൽ സംഗീതത്തിന്റെ അനീഷ് ജോർജ്, ടെസ ജോർജ് എന്നിവരോടൊപ്പം യുകെയിലെ ഏറ്റവും മികച്ച ഗായകരും നർത്തകരും ചേർന്ന് സംഗീതവും നൃത്തവും സമന്വയിപ്പിച്ച അതുല്യ കലാവൈഭവങ്ങൾ സൃഷ്ടിച്ച മാസ്മരിക സായാഹ്നമായിരുന്നു 12ാം വാർഷികാഘോഷം UK മലയാളികൾക്ക് സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന പ്രവാസി ചാനൽ eMalayali.comന്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൌണ്ട് ദ വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും news@pravasichannel.com എന്ന ഇമെയിലിൽ ഞങ്ങളെ അറിയിക്കുക. അറൌണ്ട് ദ വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.